ഹായ് ഹലോ. അപ്പോൾ നമുക്കിതാ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ഒരു അടിപൊളി കുറുമ ഉണ്ടാക്കിയിട്ടെടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ആകെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റും ഒരു കിഴങ്ങും അതുപോലെ തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് അതിന് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചു. ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടാൻ നമുക്കൊരു 2 അല്ലെങ്കിൽ 3 വിസിലോ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ഈ കറിയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഒരു വൈറ്റ് കളർ കുറുമയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ കറിയിലേക്ക് ഒരു അരപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിത് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഈ കറിയിൽ നമ്മൾ കാഷ്യൂ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് തേങ്ങ മതിയാവും. ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ വേറെ സ്പൈസസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും കാഷ്യൂനട്ടൊക്കെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കുറുമയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ നമ്മുടെ നൂൽപുട്ട് തന്നെയാണ് കേട്ടോ. മറ്റെന്തിൻ്റെ കൂടെ കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് തോന്നിയിട്ടില്ല. പക്ഷെ നൂൽപുട്ടിൻ്റെ കൂടെ ഇത് അസാധ്യ ടേസ്റ്റ് ആണ്. നൂൽപുട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാറ് കേട്ടോ. ഇത് എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മളുടെ സെയിം ഇഡ്ഡലി പോലെ തന്നെ നൂൽപുട്ട് നമ്മളൊരു 7 to 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാറാണ് ചെയ്യാറ്. ഇനി നമുക്ക് നമ്മുടെ കുറുമ എന്തായെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കറി നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കാഷ്യൂ കുറച്ച് റോ ആയതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ച് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലാണ് കറി വേണ്ടത്. ഒരുപാട് ചാറ് നമുക്ക് ഇഷ്ടമല്ല. ഈ ഒരു കുറുകിയ രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മളിതാ ഇങ്ങനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായി നമ്മൾ ഈ കറിയിലേക്ക് ചെറിയൊരു താളിപ്പ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കടായി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അടുത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യാണ് കേട്ടോ. നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. സാധാരണ നമ്മൾ കുറുമ വെക്കുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യാറ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്കിതാ നന്നായി ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി പണിയൊന്നുമില്ല, നേരിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് നമ്മുടെ നൂൽപുട്ടിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതാ നൂൽപുട്ടും നമ്മുടെ കുറുമയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എന്തായാലും കഴിക്കാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഭയങ്കര സിമ്പിളാണ്. കാരണം നമുക്ക് ഒരുപാട് വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാം. കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് വെള്ളത്തിൽ പൊതിർത്തിയിട്ട് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ വേവിച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഗ്രീൻ പീസും കൂടെ നമുക്ക് വേവിച്ചെടുത്തിട്ട് അങ്ങനെയും കൂടെ ഈ കറി വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാവും നമ്മുടെ കറി ഒന്നും കൂടെ കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നതിന് മുന്നേ നമ്മുടെ കറി ഒരുപാട് തിക്കായി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ തിക്കായി പോകും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ ഈ കറി നല്ല സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന കറിയാണ്. അതുപോലെ തന്നെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.